അയ്യപ്പൻകോവിൽ മേരികുളം വെട്ടിക്കാലാപ്പടി റോഡിന് ഭരണാനുമതിയായി. വാടൂർ സോമൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ റോഡിന് അനുവദിച്ചു. റോഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലയുടെ ശ്രമഫലമായാണ് റോഡിന് ഫണ്ട് അനുവദിച്ചത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പുരാതന റോഡുകളിലൊന്നാണ് മേരുകുളം വെട്ടിക്കാലാപ്പടി തീപ്പെട്ടി ഫാക്ടറിപ്പടി അയ്യപ്പൻകോവിൽ റോഡ്. ഈ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ചതാണ്. റോഡ് തകർന്ന് യാത്രാ ദുരിതവും നേരിടാൻ തുടങ്ങിയതോടെ ഇടുക്കി വിഷൻ വാർത്തയിലൂടെ ദുരവസ്ഥ അധികാരികളുടെ മുന്നിലെത്തിച്ചു. റോഡിന് ഫണ്ടിനായി ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാല, മന്ത്രി റോഷി അഗസ്റ്റിനെയും MLA വാഴൂർ സോമനെയും സമീപിച്ചു. ഫണ്ട് ലഭിക്കാതായതോടെ സമ്മർദ്ദവുമായി വീണ്ടും ഇരുവരെയും സമീപിച്ചു. ഒടുവിൽ റോഡിന് 40 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ട് മന്ത്രിയെ MLAയ്ക്ക് മുന്നിലും ആവശ്യമായി എത്തി ഇവരുടെ സൗകര്യം കരുതിയതോടെ പദ്ധതി ധനവകുപ്പിന് മുന്നിലെത്തിച്ചു. ഇപ്പോൾ ധനവകുപ്പിന്റെ അംഗീകാരവും നേടി. 1-ാം വാർഡിൽ വെട്ടിക്കാലാപ്പടി മുതൽ അയ്യപ്പൻകോവിൽ വരെയുള്ള റോഡ് PMGSY റോഡ് ഏകദേശം ഒരു 15 വർഷത്തോളമായി മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ആകെ താറുമാറായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളുടെ മൊത്തം ആവശ്യപ്രകാരം നമ്മൾ MLAയെ കണ്ട് നിവേദനം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA വാഴൂർ സോമൻ സാറ് നമുക്ക് ഇപ്രാവശ്യം ഈ റോഡിന് 40 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ടെൻഡർ നടപടികളിലേക്ക് പോയി കോൺട്രാക്ടർ എടുത്ത് പണി ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം നമുക്ക് ആ റോഡിൻ്റെ ഏറ്റവും പോയ ഭാഗം മൊത്തത്തിൽ നമുക്ക് ടാർ ചെയ്യുന്നതിനോട് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അത് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത്, രോഗികൾ പോകേണ്ടത്, സ്കൂൾ കുട്ടികൾ പോകേണ്ടത്, ഒരുപാട് വാഹനങ്ങൾ നിരവധി തവണ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡായിരുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തന്നെ ഒരു മെയിൻ റോഡായിരുന്നു അയ്യപ്പൻകോവിൽ ഈ വെട്ടിക്കാലാപ്പടി റോഡ്. എന്തായാലും അതിന് ഒരു പരിഹാരമായിട്ടുണ്ട്. റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ മാത്രമല്ല, റോഡ് പൂർണ്ണമായും ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാനാണ് ഫണ്ട് അനുവദിച്ചത്. PMGSY പദ്ധതിയിൽ പണിത റോഡ് ജില്ലാ പഞ്ചായത്താണ് യാത്രായോഗ്യമാക്കേണ്ടത്. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത തിരിച്ചടിയായി. ഇതേ തുടർന്ന് മന്ത്രിയെയും MLAയും കണ്ട് നടപടി സ്വീകരിപ്പിക്കുകയായിരുന്നു. ഇതോടെ റോഡിന് ഫണ്ടില്ലെന്നുള്ള വിവാദവും കെട്ടടങ്ങി. ധനവകുപ്പിന്റെ അനുമതി കിട്ടിയ റോഡിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.